ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഞാൻ രമ്യ. വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിന്ന് ആദ്യം ചില വാക്കുകളുടെ അർത്ഥങ്ങൾ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ജോ ജോ എന്ന് വെച്ചാൽ വിച്ച്, ഹൂം. ഈ രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾക്ക് തുല്യമാണ് ജോ എന്ന ഹിന്ദി വേർഡ്. ക്യാ എന്നത് വ്യത്യസ്തമാണ്. ക്യാ എന്ത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. കോയി ആരോ, ആരും, വല്ലവരും, ഏതോ, ഏതും, വല്ലതും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വരുന്നത് കോയി. കോൻ എന്നുള്ളത് ആര്, ഏത്. ഇന്ന് നമുക്ക് ഈ വിഭക്തികളുടെ അർത്ഥം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് പഠിച്ചതാണ്. ഈ വിഭക്തികൾ ജോ, കോയി, കോൻ ഈ മൂന്ന് വാക്കുകളോട് ചേർന്ന് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവരുടെ പ്രത്യേകത, ഈ മൂന്ന് കാര്യങ്ങളും സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഏകവചനത്തിലും ബഹുവചനത്തിലും ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ച് വിഭക്തികൾ ചേർക്കുമ്പോഴും ഉണ്ടാവുന്നുണ്ട്. കോൻ്റെ കൂടെ വിഭക്തി ചേരുമ്പോൾ കിസ് എന്നാണ് ചേഞ്ച് വരുന്നത്. പക്ഷെ പ്ലൂറലായിട്ടാണ് കോൻ വരുന്നതെങ്കിൽ കിൻ എന്നാണ് മാറ്റം വരുന്നത്. കിസ് അല്ലെങ്കിൽ കിൻ. കോയി എന്നതിൻ്റെ കൂടെ വിഭക്തി ചേരുമ്പോൾ കിസി എന്ന് വരും. പ്ലൂറലാണെങ്കിൽ കിനി എന്ന് വരും. ഇനി ജോ എന്നതിൻ്റെ കൂടെ വിഭക്തി ചേരുമ്പോൾ ജിസ് എന്ന് വരും. ജിൻ എന്ന് പ്ലൂറലാണെങ്കിൽ വരും. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. കോൻ ഇത് സിംഗുലറാണ്. സിംഗുലറായിട്ട് കോൻ എന്ന വേർഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ വിഭക്തികൾ വരികയാണ്. കാ വന്നാൽ കിസ്ക, കെ വന്നാൽ കിസ്കെ, കിസ്കി, കിസ്കോ. ഈ കോ ചേരുമ്പോൾ കിസ്കോ വരുന്നു. അത് തന്നെയാണ് കിസേ എന്ന വാക്കിൻ്റെ അർത്ഥം. കോൻ പ്ലസ് കോ ആണ് കിസേ. പിന്നെ സേ ചേരുമ്പോൾ വരുന്നത് കിസ്സേ ആണ്. കണ്ടോ, ഇവിടെ ഒരു സാ കിസേ, ഇവിടെ രണ്ട് സായുണ്ട്. അത് തെറ്റരുത്. കോൺ പ്ലസ് സേ കിസ്സേ, കോൺ പ്ലസ് കോ കിസേ. കിസേ എന്നത് കിസ്കോ എന്നും പറയാറുണ്ട്. ഇനി കോൻ്റെ കൂടെ മേം വരുമ്പോൾ കിസ്മേം, കിസ്പർ, കിസ്നെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കോൻ എന്നത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. കോൻ എന്നത് പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വരുന്നത് കിൻ എന്ന ശബ്ദമാണ്. ഇതുണ്ടോ, കോൻ പ്ലസ് ക, കിൻ ക, കിൻ കെ, കിൻ കി, കിൻകോ. കിൻകോ, കോൻ പ്ലസ് കോ പ്ലൂറലാണെങ്കിൽ കിൻകോ. അത് തന്നെയാണ് കിനേം എന്ന് വരുന്നത്. കിനേം. ഇനി സേ വരുമ്പോൾ കിൻസേ, കിൻപർ, കിൻമേം. നേ വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം കണ്ടോ, കിനോനെ എന്നാവും. കോൻ പ്ലൂറലായിട്ട് നേ ചേരുമ്പോൾ കിനോനെ എന്ന് വരുന്നു. ഇനി നമുക്ക് കോയി സിംഗുലറായിട്ട് കോയി എന്നതിൻ്റെ കൂടെ വിഭക്തികൾ ചേരുമ്പോൾ കിസിക, കിസികെ, കിസിക്കി. ഇതിനു മുൻപ് നമ്മൾ പഠിച്ചു കിസ്കി. കിസ്കി എന്ന് വെച്ചാൽ എന്തായിരുന്നു? കോൻ പ്ലസ് കി സിംഗുലറിൽ. കോൻ പ്ലസ് കി കിസ്കി എന്നാണ് വന്നിരുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ കിസിക്കി വ്യത്യാസം. ഇത് കോയി പ്ലസ് കി ആണ് കിസിക്കി. കിസ്കി എന്ന് പറയുമ്പോൾ കോൻ പ്ലസ് കി, കിസിക്കി എന്ന് പറയുമ്പോൾ കോയി പ്ലസ് കി. ഇനി കോയി പ്ലസ് കോ വരുമ്പോൾ കിസിക്കോ, സേ വരുമ്പോൾ കിസിസേ, പിന്നെ കിസീമേം, പിന്നെ വരുന്നത് കിസീനെ, കിസീപ്പർ. അപ്പോൾ എന്തായാലും കോയി എന്നത് സിംഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ വിഭക്തി ചേരുമ്പോൾ വരുന്ന സ്വരം കിസി എന്നാണ്. ഇനി കോയി എന്നത് തന്നെ പ്ലൂറലായിട്ട് വരികയാണെങ്കിൽ വരുന്നത് നോക്കിക്കോ, കിനീക്ക, കിനീക്ക. കണ്ടോ, പിന്നെ കിനീക്കെ, കിനീങ്കി, കിനീങ്കോ, കിനീസേ, കിനീംപർ, കിനീമേം, കിനീനെ. കോയി എന്നത് പ്ലൂറലായി വരുമ്പോൾ വിഭക്തി ചേരുമ്പോൾ ഉള്ള വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ജോ എന്നത് സിംഗുലറായിട്ട് വരുമ്പോൾ വിഭക്തി ചേരുമ്പോൾ എന്താ വരിക എന്ന് നോക്കാം. ജിസ്ക, ജിസ്കെ, ജിസ്കി, ജിസ്കോ. ജോ പ്ലസ് കോ ജിസ്കോ സിംഗുലറിൽ. അതാണ് ജിസേ എന്ന വാക്കിൻ്റെയും അർത്ഥം. ഒരേ അർത്ഥമാണ് ജിസ്കോയും ജിസേയും.
ഇവിടെയോ ജിസ്സേ എന്നാണ് മാറ്റം വന്നത്. ജിസ്സേ. ഇത് ജിസേ ആയിരുന്നു, ഇവിടെ ജിസ്സേ എന്നായി. ഇനി മേം വരുമ്പോൾ ജിസ്മേം, ജിസ്പർ, ജിസ്നെ. അപ്പോൾ ജോ എന്നത് സിംഗുലറിൽ വരുമ്പോൾ ഇതൊക്കെയാണ് ചേഞ്ചസ്. ഇനി നമുക്ക് ജോ എന്നത് ബഹുവചനമായിട്ട് വരുമ്പോൾ വരുന്ന വാക്കുകൾ വ്യത്യാസങ്ങൾ നോക്കാം. ജോ പ്ലസ് ക ജിൻക. കണ്ടോ, ഇതിനു മുൻപ് ജിസ് എന്നായിരുന്നു, ഇവിടെ പ്ലൂറലായപ്പോൾ ജിൻ എന്നായി. ജിൻക, ജിൻകെ, ജിൻകി, ജിൻകോ. ജിൻകോ തന്നെയാണ് ജിനേം എന്ന് ഉപയോഗിക്കുന്നത്. ജിൻകോ. ഇത് ജിൻസേ, ജിൻപർ, ജിൻമേം, ജിനോനെ. ജിനോനെ. നേ ചേരുമ്പോൾ ജോ പ്ലൂറലായിട്ട് നേ ചേരുമ്പോൾ ജിനോനെ എന്നായി മാറുന്നു. ഇനി നമുക്ക് ഏകവചന രൂപങ്ങളുടെ കൂടെയും ബഹുവചന രൂപങ്ങളുടെ കൂടെയും വിഭക്തി വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നോക്കാം. ഇവിടെ നോക്കിയേ, ലഡ്കേ കോ എന്ന് നമ്മൾ കണ്ടാൽ, ലഡ്കേ എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആൺകുട്ടികൾ, ബോയ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ലഡ്കേ കോ, കണ്ടോ ഇവിടെ കോ ചേർന്നത് കൊണ്ടാണ് ഇവിടെ ലഡ്കേ എന്ന് വന്നത്. ഇത് ആക്ച്വലി ലഡ്ക പ്ലസ് കോ ആണ് ലഡ്കേ കോ എന്ന് എഴുതുന്നത്. അതായത് ഇവിടെ ഒരാൺകുട്ടീനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കണ്ടോ, ലഡ്കോം കോ എന്നത് ആക്ച്വലി ലഡ്കേ പ്ലസ് കോ ആണ്. ഇവിടെയാണ് ബോയ്സ് എന്നത് സൂചിപ്പിച്ചിരിക്കുന്നത്. ലഡ്കോം കോ എന്ന് പറയുമ്പോൾ ബോയ്സിനെ സൂചിപ്പിക്കുന്നു. ലഡ്കേ കോ എന്ന് പറയുമ്പോൾ ഒരു ബോയിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ കോ ചേരുമ്പോൾ അത് പ്ലൂറൽ ഫോമിലോട്ട് മാറുകയാണ്. ലഡ്കേ കോ എന്ന് പറയുന്നത് ശരിക്കും ലഡ്ക പ്ലസ് കോ ആണ്. ലഡ്കോം കോ എന്നതാണ് ലഡ്കേ പ്ലസ് കോ. ഇനി ഇവിടെ നോക്കിയേ, രാജാനെ, രാജാവോംനെ. ഇത് ശരിക്ക് സിംഗുലറാണ്. സിംഗുലർ ആയിട്ടുള്ള രാജ, ഒരു രാജാവ്, രാജ പ്ലസ് നെ. അതേസമയം രാജാവും നെ എന്ന് കാണുമ്പോൾ അവിടെ രാജാക്കന്മാർ പ്ലൂറലാണ് സൂചിപ്പിക്കുന്നത്. രാജാനെ, രാജാവും നെ. ഇത് രാജാവിനെ സൂചിപ്പിക്കുന്നു, ഇത് രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. ഇനി നോക്കിയേ, ബായി കോ. ബായി എന്നതിൻ്റെ സിംഗുലറും പ്ലൂറലും ബായി തന്നെയാണ്. അപ്പോൾ ബായി കോ എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ്, ഒരു ആംഗ്ലേനെ, ഒരു സഹോദരനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് ഭായി കോ എന്ന് തന്നെ നമ്മൾ എഴുതും. അതേസമയം ഒന്നിലധികം ആംഗ്ലമാർ, സഹോദരങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലാണത് ബായിയോം കോ. ഇതാണ് പ്ലൂറലിൽ ഉപയോഗിക്കുക, ബായിയോം കോ. ഇനി ബഹൻ എന്നതിന് പ്ലൂറൽ ബഹനെ എന്നുണ്ട് അല്ലേ, ബഹൻ, ബഹനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബഹനേം പ്ലസ് കോ ആണ് ബഹനോം കോ എന്ന് വരുന്നത്. കണ്ടോ, ബഹൻ സിംഗുലർ ആണെങ്കിൽ ഇവിടെ ബഹൻ കോ എന്ന് തന്നെ വെച്ചാൽ മതി. ബഹൻ കോ ഒരു സഹോദരിയെ സൂചിപ്പിക്കുന്നു. ബഹനോം കോ എന്ന് പറയുമ്പോൾ ഒന്നിലധികം സഹോദരിമാരെയാണ് സൂചിപ്പിക്കുന്നത്.